कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപുരേഷൻ की जय. ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കൃഷ്ണ. എന്നും ചോദിക്കുന്ന അതേ ചോദ്യം വീണ്ടും ചോദിച്ച മാതാജി മിണ്ടാതിരുന്നോ എന്ന് പറയുന്നോട് എല്ലാവരും. സുഖമാണോ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക, സത്സംഗം കേൾക്കുക, നമ്മുടെ ജോലികൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാത്തിലും ഉപരി ആരോഗ്യം ശ്രദ്ധിക്കുക. അത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എക്സ്പെഷ്യലി സായൂഷ്. ഓക്കെ, എല്ലാവരും ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവുന്നത്. ആരോഗ്യമില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. എപ്പോഴും വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, രാവിലെ ഓഫീസിൽ പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ജോലിയും എല്ലാം കൂടി ടയേർഡാവും. ഇത് പറയാതെ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തണം. വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും അവിടുത്തെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വേണ്ട വിധത്തിലുള്ള വ്യായാമം കിട്ടിയെന്ന് വരില്ല. ഇന്ന് യോഗാ ദിനമാണ്, എല്ലാവർക്കും അറിയാലോ. യോഗയെക്കുറിച്ചൊരു ചെറിയ ആർട്ടിക്കിൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യം നമുക്ക് വളരെ വലിയൊരു സമ്പത്താണ്. ആരോഗ്യമുണ്ടെങ്കിലേ ബന്ധുമിത്രാദികൾ എല്ലാവരും ഉള്ളൂ. ആരോഗ്യമില്ലെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ചും 1 കിലോ മുന്തിരിയും 1 കിലോ ആപ്പിളും ഒരു ഹോർലിക്സ് ഒക്കെ ആയിട്ട് വരാൻ ആൾക്കാരുണ്ടാവും. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒപ്പം ഇരുന്ന് സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ നമുക്കൊപ്പം എല്ലാ അർത്ഥത്തിലും നമ്മളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഒരു ദിവസത്തിൽ കൂടുതൽ അടുത്ത ദിവസം ഒന്ന് ഹോസ്പിറ്റലിൽ കൂട്ട് വിളിച്ചാലോ, ഒരു രാത്രി നമുക്കൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറഞ്ഞാലോ അപ്പൊ കാണാം അടുത്ത ബന്ധുമിത്രാദികളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. യോഗ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങൾ അറിയാമെങ്കിൽ വല്ല ഡാൻസോ, ഇനി അതല്ലെങ്കിൽ എന്താ പറയാ ജിമ്മിൽ പോകുന്നവരോ, ഇനി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ട് കുറവാണോ? മാക്സിമം ഉണ്ടല്ലോ, മാക്സിമം സൗണ്ട് ഉണ്ട്. ഇപ്പൊ കേക്കാവോ? പ്രസന്നാമ ചിരിക്കണ്ട, നല്ല ആളാ. കാലത്ത് എണീറ്റ് പൂജയും വായനയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങൊരു പോക്കാണ് ഓഫീസിലേക്ക്. 3 മണിക്കൊക്കെ എഴുന്നേക്കും. 7 മണിന്റെ ബസ്സിന് ഓടുന്നേ ഉള്ളൂ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. മെസ്സേജ് ഒക്കെ സ്റ്റോപ്പ് ആയോ? എന്ത് പറ്റി? അത് എനിക്കിവിടെ നെറ്റ് കുറവായതുകൊണ്ട് കാണാത്തതാണെന്ന് തോന്നുന്നു. എനിവേ കുഴപ്പമില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും മാക്സിമം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ 99.9% ആരോഗ്യം ശ്രദ്ധിക്കണം. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. ഞാൻ എത്ര ധൃതിയാണെങ്കിലും എത്ര ബിസി ആണെങ്കിലും ശരി, 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ഞാൻ വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും മനോഹരമായിരിക്കുന്ന മറ്റൊന്നാണ് ധ്യാനം എന്ന് പറയുന്നത്. ഡാൻസ് ഇവിടെ വീട്ടിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു എന്താ പറയാ 1 മണിക്കൂർ ഒരു ധ്യാനത്തിന് സമയം കണ്ടെത്തണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിലെ ഏതൊരു നിർണായക ഘട്ടത്തില് ഒരു നല്ല തീരുമാനം എടുക്കാനും ഏത് വയലന്റ് ആവുന്ന സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ഭക്തിയിൽ ഉയരാനും എല്ലാം നമുക്ക് പറ്റിയ ഏറ്റവും നല്ല മെഡിറ്റേഷനാണ് ധ്യാനം എന്ന് പറയുന്നത്. ഞാൻ ദിവസവും ഇപ്പം ആദ്യമൊക്കെ കുറച്ച് ഒരു 2-3 months ബാക്ക് ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും പിടിക്കാനും യാത്രയും അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ ഒരു റൊട്ടീൻസ് തന്നെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എഗെയിൻ ഞാനിപ്പോൾ വീണ്ടും ധ്യാനമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏർലി മോർണിംഗ് ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് ടെറസിൽ പോയിട്ട് ധ്യാനിച്ചിരിക്കുമ്പോൾ ഭയങ്കരം നമ്മളൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. കണ്ണടച്ചിരുന്ന് പ്രകൃതിയോടടുത്ത് ആ പ്രകൃതി ഉണരുന്ന സമയത്ത് നമ്മളൊന്ന് എന്താ പറയാ നല്ല ഓക്സിജനും പ്രകൃതി ഉണരുന്ന ആ ഒരു നല്ല ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ
ഇഷ്ടമുള്ള ഭാവത്തിൽ ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്ത് വില കൊടുത്താലും കിട്ടാത്ത ഒരു സുഖമാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് വന്ന് ആ സമയം തന്നെ ഒന്ന് വിഷ്ണു സഹസ്രനാമമോ ലളിത സഹസ്രനാമമോ വാട്ടെവർ നിങ്ങൾക്ക് എന്താണോ വായിക്കാൻ തോന്നുന്നത്, ഒരുപാട് 10-13 സഹസ്രനാമങ്ങൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട് അല്ലെ. എല്ലാവരുടേതും നല്ല ഭംഗിയായിട്ട് ചിലപ്പോൾ എവിടെ ഇരിക്കുന്നുണ്ടാവും, നമ്മുടെ ഷെൽഫിലോ പൂജാ റൂമിലോ വെച്ചിട്ടുണ്ടാവും. അയ്യോ മാതാജി അയച്ചു തന്നതാണ് സഹസ്രനാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പൊടി തട്ടിയിട്ട് എന്ത് ചെയ്യാ, വായിക്കാൻ ശ്രമിക്കുക. തെറ്റിക്കോട്ടെ, ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിക്കോട്ടെ. നമ്മള് ആരും യോഗ ചെയ്യാറുണ്ട് സന്ധ്യ, സൂപ്പർ. നമ്മൾ ആരും അത്രയ്ക്ക് വലിയ നോളേജ് ഉള്ള ആളുകളല്ല. നമ്മളെല്ലാവരും ഇങ്ങനെ അറിവിന്റെ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സാധാരണ കുട്ടികളാണ് ആ കാര്യത്തില്. മനസ്സിലായില്ലേ? ചെറിയ LKG സ്റ്റുഡൻസ് എന്ന് പറയാം. നമ്മളൊക്കെ ഹൈന്ദവ കുലത്തിൽ ജനിച്ചത് നമുക്കൊക്കെ വലിയ സന്തോഷം. പക്ഷെ നമുക്ക് പരിമിതമായ അറിവുകളേ ഉള്ളൂ. ഉള്ള അറിവുകൾ പോലും നമുക്ക് പൂർണ്ണമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ അറിവിനെ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് അറിവുകൾ കിട്ടി, അതിനെ എന്താ പറയുക നിലനിർത്താനും അതിലൂടെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളരാനും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും എല്ലാത്തിനും നമുക്ക് എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ധ്യാനമാണ്. ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് മറ്റൊന്നിലും കിട്ടില്ല. നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ, ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും എല്ലാവർക്കും അറിയാം. എനിക്ക് മനസ്സിലാവാണ്ടില്ല, കുടുംബമായി ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മറികടക്കാൻ ആദ്യം നമുക്ക് സ്വസ്ഥമാവേണ്ടത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മെഡിസിനാണ് ധ്യാനം എന്ന് പറയുന്നത്. ചെയ്തു നോക്കണം, പ്രായഭേദമന്യേ ചെയ്തു നോക്കണം. എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ, ഭാര്യ, മക്കള്, ഭർത്താവ്, കുട്ടി, ഭർത്താവിന്റെ വീട്ടുകാര്, സുഹൃത്തുക്കള്, എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നുണ്ട്, സമയം കണ്ടെത്തുന്നുണ്ട്, നമ്മളെ കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര സമയം ചെലവഴിക്കുന്നു? പിന്നെ അതും ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിന്റെ ബെഡ്റൂം ആണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീട്ടിലെ ഇന്ന സ്പേസ് ആണ്, ഈ ഹാളിൽ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി പ്രകൃതിയിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിലിപ്പം ഈ ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ഭഗവാനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എങ്കിലും രാവിലെ ആ ഒരു ഏർലി മോർണിംഗ് നമ്മൾ ടെറസിൽ പോയിട്ട് പ്രകൃതിയിൽ നിന്നുള്ള ആ കാറ്റും തണുപ്പും കിളികളുടെ ആ ശബ്ദവും, അതുപോലെ ഞങ്ങൾക്ക് ഓപ്പൺ ടെറസാണ് മേലെ, അതുപോലെ തന്നെ എന്താ പറയാ ചെറിയൊരു തണുപ്പും, നമ്മൾ കയറുമ്പോൾ തന്നെ ചന്ദ്രനെയൊക്കെ കാണാം. ആ ചന്ദ്രനെയും എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് നിവർന്നിരുന്ന് നമ്മളിങ്ങനെ ശ്വാസം എടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നെ അത് മെല്ലെ റിലീസ് ചെയ്ത് നമ്മൾ നമ്മളായിരിക്കുക. ഏറ്റവും നല്ല അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ നമ്മളായിട്ടിരുന്ന് ഒന്ന് ധ്യാനിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതികമായി ഇങ്ങനെ കണക്റ്റായി കിടക്കുന്ന കുറെ സംഭവങ്ങളില്ലേ, അതിൽ നിന്നൊക്കെ നമുക്കൊരു റിലാക്സ് കിട്ടും. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ്സ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിലൊരു വേദനയായി കിടക്കും. ചിലപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമമ്മ, പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞ് അനുസരിക്കാഞ്ഞാല്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ജോലിയുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ 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 ഒരുപാട് സ്ട്രെസ്സുകളുടെ ഒരു കൂമ്പാരം നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് എന്തെന്ന് പറയുന്നത് ധ്യാനം. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തുക, ഒന്ന് ചിന്തിക്കുക. അത് കുറച്ചു നേരം നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. ആ ഒരു മണിക്കൂർ പോകുന്നത് നമുക്ക് അറിയേയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് എന്താ വെച്ചാല് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക. അത് സിനിമാ പാട്ടായിക്കോട്ടെ, ഭക്തിഗാനം ആയിക്കോട്ടെ, എന്തായാലും എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക. ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് ഏതെങ്കിലുമൊക്കെ നമ്മുടെ കളക്ഷൻസിൽ ഉണ്ടാവും അല്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുക. നന്നായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കഴിഞ്ഞ സന്തോഷമുള്ള നിമിഷങ്ങൾ, അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് നമ്മൾ നമ്മളായിട്ടൊന്ന് ഇരുന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുഭൂതി വേറെ തന്നെയാണ്. ആ സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? അത് നേടിയെടുക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ. ആ ഒരു സ്റ്റാർട്ടപ്പ് തന്നെ മതി നമുക്ക് രാത്രി ഉറങ്ങുന്നത് വരെ ജീവിതത്തിൽ ഒരു ആനന്ദം നൽകാൻ. മറ്റേത് നമുക്കൊരു റൊട്ടീൻ ലൈഫാണ്, അത് ബോറടിക്കും. രാവിലെ എഴുന്നേക്കുന്നു, ചടപടയെന്ന് പറഞ്ഞ് കുളിക്കുന്നു, ഓടുന്നു, വീട്ടിൽ അടുക്കളയിൽ പോകണു, ഭക്ഷണം ഉണ്ടാക്കണു, ഇന്നെന്ത് കറി ഉണ്ടാക്കണു, തുണി കഴുകുന്നു, ഭർത്താവിനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നു, കുട്ടികളെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു, എല്ലാരെയും പറഞ്ഞു വിടുന്നു, ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നു, അതും കഴിഞ്ഞ് ബാഗും തൂക്കി ബസ്സിന് ഓടുന്നു. ഇതൊരു സ്ട്രെസ് ലൈഫാണ്. ഈ സ്ട്രെസ് ലൈഫിൽ നിന്ന് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, ചിരിക്കാൻ ശ്രമിക്കുക. കേൾക്കാൻ ഇഷ്ടമുള്ളത് കേൾക്കാൻ ശ്രമിക്കുക. ചിന്തിക്കാൻ ഇഷ്ടമുള്ളത് ചിന്തിക്കുക.
സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിലായില്ലേ? ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, നമുക്ക് അതിന് കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കൊടുക്കുക. അല്ലാത്തത് അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്യുക, ഒഴിവാക്കുക. ചോദിക്കാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അടങ്ങാത്ത നാവുകൾ ചലച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അതിനടക്കാൻ പോകുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് നമ്മളായിട്ടിരിക്കാൻ സാധിച്ചാല് നമ്മൾക്ക് എന്തിനാണോ ഉത്തരം കൊടുക്കണമെന്ന് നമുക്ക് തോന്നുന്നത് അതിന് മാത്രം കൊടുക്കുക. അല്ലാത്ത ഒരു കാര്യങ്ങൾക്കും നമ്മൾ ആൻസർ കൊടുക്കാതിരിക്കുക. മനസ്സിലായില്ലേ? സത്യമാണ് അങ്ങ് പറഞ്ഞത്. നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്ന നഷ്ടബോധമുള്ള ഒരു കാലത്തില് നല്ല ആരോഗ്യത്തോടെ, സൗന്ദര്യത്തോടെ, നല്ല വ്യക്തിത്വത്തോടു കൂടി നിവർന്നു നിൽക്കണം. നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി ഓടുന്നു, പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് നാളെ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികള്, നമ്മൾ എടുക്കുന്ന വ്രതാനുഷ്ഠാനങ്ങള്, അതുപോലെ നമ്മൾ എന്താ പറയാ സന്തോഷത്തോടെ ഇരിക്കുന്ന നിമിഷങ്ങള്, നല്ല നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീട്ടില് മരുമക്കൾ ഉണ്ടാവും, ചിലപ്പോൾ അവര് കാണിക്കുന്ന സംസാരങ്ങള്, സ്വഭാവങ്ങള് എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുമായിരിക്കും. ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ? കാരണം പല അമ്മമാരും എന്നോട് അത് വിളിച്ച് പറയാറുണ്ട്, മോളെ അത് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മകൻ, അവരുടെ ഭാര്യനെ ഞാൻ എൻ്റെ മോളെ പോലെ പോറ്റി, പക്ഷെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിരുത്തി ആലോചിക്കുക. നമ്മുടെ ഏതോ ജന്മത്തിലെ കർമ്മഫലങ്ങൾ തീരാണ്. നമ്മളും ഇതുപോലെ ആർക്കോ എന്തോ മുഖം കാണിച്ചു, അത് നമ്മളിലൂടെ ഇന്ന് ഈ സമയത്തിലൂടെ അത് തീരാണ്. കാരണം അവരും നാളെ ഇതേ പ്ലേസിൽ ഇരിക്കേണ്ട ആൾക്കാരാണ്. അവരിന്ന് തേനേ പാലേ എന്ന് പറഞ്ഞ് എന്താ പറയാ വളർത്തുന്ന ഈ മക്കള് നാളെ ഇതേ അവസ്ഥയിൽ അവരെ ഇരുത്തും എന്നുള്ള കാര്യം ദൂരെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഭർത്താവിന്റെ അമ്മയും അച്ഛനും കൂടി അങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് ശരിയാക്കുന്നുണ്ടാവുമായിരിക്കും വാക്കുകൾ കൊണ്ടൊക്കെ. അപ്പൊ എന്ത് ചെയ്യാം? നിശബ്ദത പാലിക്കുക. നിശബ്ദതയ്ക്ക് ഒരുപാട് വിലയുണ്ട്. ഭക്തിയിൽ ഉയർന്ന ഒരാൾക്ക് മാത്രമാണ് ക്ഷമയോടെ ഇരിക്കാൻ പറ്റും. ഭക്തിയിൽ ഉയരാത്ത ഒരാൾക്ക് ക്ഷമയോടെ ഇരിക്കാൻ കഴിയില്ല. ഭക്തി എന്ന് പറയുന്നതിന്റെ റിഫ്ലക്ഷൻ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. കുറെ നമ്മൾ ചന്ദനം തൊട്ടും അമ്പലത്തിൽ പോയും വന്ന് റൊട്ടീൻ കാര്യങ്ങൾ ചെയ്തും നാമം ജപിച്ചിട്ടും അല്ല, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ് ഭക്തിയുടെ ഉയർച്ച എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? സന്തോഷത്തോടെ ഇരിക്കുക. സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു മാതാജി. ഏജ് 49 കഴിഞ്ഞു പോയല്ലോ. 49 എന്ന് പറയണത് എന്താ പറയാ, യൗവനത്തിന്റെ സന്തോഷമുള്ള നിമിഷമല്ലേ? അങ്ങനെ ഏജ് ഒന്നും നോക്കണ്ട, ഏജ് അങ്ങോട്ട് റിവേഴ്സ് ഗിയറിൽ ഇടുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. മനസ്സിലായില്ലേ? സമയം കഴിഞ്ഞു എന്ന് എങ്ങനെ പറയും? 49ാമത്തെ വയസ്സെന്ന് പറയുന്നത് ഒരു വലിയ വയസ്സേ അല്ല. 20 വയസ്സ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സ് വരെ നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കാനും പക്വതയില്ലാതെ കഴിഞ്ഞു പോകുന്ന കുറേ വർഷങ്ങൾ, അല്ലെ? മിന്നുന്നതെല്ലാം എന്താ പറയാ പൊന്നാണെന്ന് കരുതി പലതും ചിന്തിച്ച് കുറെ അങ്ങനത്തെ ഒരു സമയം, ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. 20 മുതൽ 35, 40 വരേക്കും ഒരു പോട്ടെ, ഒരു 20 മുതൽ ഒരു 35 വരെ കൂട്ടിക്കോ. 35 വരേക്കും എന്താ പറയാ ഒരു സ്വപ്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഒന്നിനും ഭക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നെ എപ്പോഴോ ഒന്ന് 25ന്റെ മേലെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് ആയി വന്നു, കുറച്ച് ഉത്തരവാദിത്തങ്ങളായി, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റിൽ ആവണം, പലതും കണ്ട് അതുപോലെ ആയിത്തീരണം എന്നൊക്കെ വ്യാമോഹിക്കുന്ന ഒരു സമയമാണ് 35 വരെ. 35 ആകുമ്പോൾ ഒന്ന് ഇരുത്തം വരും. ഞാൻ ഇങ്ങനെ ആയാ പോരാ, എനിക്കൊന്ന് മാറണം, എനിക്ക് ഇങ്ങനെ ആവണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് ഇത് ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കടന്നുകൂടുന്ന സമയം, ഒരല്പം ഭക്തിയിലേക്ക് നടന്നു തുടങ്ങുന്ന സമയം 35 മുതൽ ഒരു 10, 60, 65, 70 വരേക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ്. സീരിയസ്ലി എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു അടിസ്ഥാനപരമായി നമുക്ക് ചിന്തകൾക്കും നമ്മളുടെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതത്തിനുമെല്ലാം ഒരു അടിത്തറ വരുന്ന സമയമാണ് ഈ 35 മുതൽ ഏകദേശം ഒരു 70 വയസ്സ് വരെ. 70 വയസ്സ് മുതൽ എന്ത് ചെയ്യാം? നമ്മൾ ഇതിൽ നിന്നെല്ലാം ഒരു ഇതെടുക്കാണ്, VRS എടുക്കുന്നത് പോലെ, ഒരു പെൻഷൻ ആവുന്നത് പോലെ. എനിക്ക് 70 വയസ്സായി, ഇനി ഞാൻ ഇത്ര കാലം ചെയ്തതിൽ നിന്ന് കുറച്ച് എനിക്ക് എന്താ പറയാ ആരോഗ്യപരമായി, എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും 70 ആവുമ്പം. അപ്പം ആരോഗ്യപരമായി എനിക്കിപ്പം അത്രയും കാലം ചെയ്തതുപോലെ ഇനി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ കൊച്ചുമക്കളായി, അവർക്ക് കുട്ടികളാവാൻ പോകുന്നു. അപ്പോൾ കൂടുതൽ വായിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ ഇനി കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്താ പറയാ അങ്ങോട്ട് ഭഗവാനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു സമയം അതെല്ലാവർക്കും ഉണ്ട്, അല്ലേ? എല്ലാം ഉണ്ട്. ഇനി എല്ലാം ഒന്ന് സെറ്റിൽ ആക്കേണ്ട സമയം, അങ്ങനെയുള്ള ഒരു സമയമായിരിക്കും 70 മുതൽ അങ്ങോട്ടേക്ക്.
മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ മനസ്സിനെയും ചിന്തകളെയും വാക്കിനെയും പ്രവൃത്തിയെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അടക്കിയിട്ട് നമ്മുടെ ഓർമ്മകൾ നമ്മൾക്കൊപ്പം ഉള്ള വ്യക്തികളിൽ എന്നും നല്ല രീതിയിൽ നിലനിൽക്കാൻ, ഇങ്ങനെ ഒരു മുത്തശ്ശിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയ പല അറിവുകളും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് 70 മുതൽ അങ്ങോട്ടേക്കുള്ളത്. ക്ലിയർ ആയോ? അങ്ങനെ നമ്മള് എന്താ പറയാ, എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും മാതാജി? ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഒരു 36 അത്രയ്ക്ക് തോന്നിക്കും. 36 37 അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയം. അപ്പൊ വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന് ഒരിക്കലും ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥാനമല്ല. മനസ്സിലായി? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, മാക്സിമം നമ്മുടെ ജീവിതത്തിനെ സന്തോഷഭരിതമാക്കി മാറ്റാൻ ശ്രമിക്കുക. സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും മനോഹരമായിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ പറയുന്ന സമയങ്ങൾ. ഓക്കെ, അപ്പൊ അത് മറക്കാതെ ഇരിക്കുക. നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളും ജീവിതത്തിൽ നമ്മളെ തളർത്താത്ത പോലെ നമ്മൾ മുന്നോട്ട് പോവുക. അതാണ് വേണ്ടത്. അതിന് ഏറ്റവും നല്ല ഒരു, എനിക്ക് തോന്നുന്നു ഭയങ്കര മനോഹരമായിരിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ധ്യാനം തന്നെയാണ്. ധ്യാനത്തിലൂടെ ഉയരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനോളം മനോഹാരിത വേറെയൊന്നും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയും മനോഹാരിതയായിരിക്കും ധ്യാനത്തിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കുമ്പോൾ. ധ്യാനിച്ച് വരുമ്പോൾ നമ്മുടെ മുഖത്തുള്ള റിഫ്ലക്ഷൻ തന്നെ മാറും. മനസ്സിലായില്ലേ? നമ്മുടെ ഐ കോണ്ടാക്ട് ഒക്കെ ഭയങ്കര പവർ ആവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ആദ്യം, എന്നിട്ട് പറയണം എൻ്റെ അടുത്ത്. ഓക്കെ, പിന്നെ ഇനിയിപ്പം നമുക്ക് 2-ാം അധ്യായമാണ് ദേവി മഹാത്മ്യത്തിൽ. ഞാൻ പറഞ്ഞു തന്നു ഇന്നലത്തെ ക്ലാസ്സിൽ ദേവി മഹാത്മ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. ഒത്തിരി പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ദേവി മഹാത്മ്യം എന്ന് പറയുന്നത്. എല്ലാവരും ദേവി മഹാത്മ്യം വായിക്കണം, പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, തെറ്റിക്കോട്ടെ, നിങ്ങൾ തെറ്റിപ്പോയല്ലോ അല്ലെങ്കിൽ വായിക്കാൻ അറിയില്ല, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട. തെറ്റുന്നത് മാക്സിമം തെറ്റട്ടെ, കാരണം തെറ്റിലൂടെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് പഠിച്ചുയരാ എന്ന് പറയുന്നത് ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? മാക്സിമം തെറ്റണം, തെറ്റിലൂടെ മാത്രമാണ്. ഒരു കുട്ടി നടക്കുമ്പോൾ എങ്ങനെയാണ്, പലവട്ടം വീഴും അല്ലെ? പലവട്ടം വീണിട്ടാണ് ആ കുട്ടി നടക്കാൻ പഠിക്കുന്നത്. അതേപോലെ തെറ്റിക്കോട്ടെ, മാക്സിമം തെറ്റിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ വായിക്കാൻ പഠിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കവചവും കീലകവും അർഗളവും പഠിച്ചിട്ട് വേണം ദേവി മഹാത്മ്യം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താണ്, ദേവി മഹാത്മ്യത്തിന്റെ കവചമില്ലാതെ ദേവി മഹാത്മ്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വായിക്കാനോ പഠിക്കാനോ പാടില്ല. കവചം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു സംരക്ഷണം നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് ദേവി കവചം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കവചത്തിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ദേവി മഹാത്മ്യം വായിക്കാൻ വേണ്ടിയിട്ട്. 13 അധ്യായങ്ങളുണ്ട്. ആ 13 അധ്യായങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ഓരോ അധ്യായം വെച്ചിട്ട് വേണം ദേവി മഹാത്മ്യം വായിക്കാൻ. അത് ശരിക്കും അതിന് കുറച്ച് റൂട്ട് ഉണ്ട് വായിക്കാൻ. പക്ഷെ അങ്ങനെ വായിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, തിരക്ക് പിടിച്ച ലൈഫാണ്. അപ്പൊ അതല്ലാതെ എന്ത് ചെയ്യുക, ദേവി മഹാത്മ്യം വായിക്കാൻ ശ്രമിക്കുക. മാക്സിമം അമ്മയുമായിട്ട് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ 2-ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. 2-ാമത്തെ അധ്യായത്തില് നമുക്ക് ആദ്യത്തെ 5 വരി ശ്ലോകം എന്ന് പറഞ്ഞാൽ, മധ്യമചരിതസ്യ വിഷ്ണു ഋഷി മഹാലക്ഷ്മി ദേവത ഉഷ്ണിച്ഛന്ദ ശാകംബരി ശക്തി ദുർഗ ബീജം വായു തത്വം യജുർവേദ സ്വരൂപം മഹാലക്ഷ്മി പ്രീത്യർത്ഥേ അർത്ഥാർത്ഥേ ജപേ വിനിയോഗഹേ. ഇതാണ് 2-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 ശ്ലോകം എന്ന് പറയുന്നത്. അതില് ധ്യാനമുണ്ട്. ധ്യാനത്തിന്റെ അർത്ഥം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ ധ്യാനത്തിന്റെ ശ്ലോകം എന്ന് പറയുന്നത്, അക്ഷസ്രക് പരുഷം ഗദേശു കുലിശം പത്മം ധനുകുണ്ടികാം ദക്ഷം ശക്തിമസീം ച ചർമ്മ ജലജം ഗണ്ഡാ സുരാഭാജനം ശൂലം പാശ സുദർശനേ ച ദദിതം ഹസ്തേ പ്രസന്നാനനം സേവേ സൈരീമ ബർദിമീഹ മഹാലക്ഷ്മീം സരോസിജം എന്ന് പറഞ്ഞാല്, അക്ഷരമാല, പരശു, ഗദ, ശരം, കുലീശം, പത്മം, ചാപം, ജലപാത്രം, ദണ്ഡ്, ശക്തി, വാള്, പരിച, ശംഖ്, മണി, സുരാപാത്രം, ശൂലം, കയറ്, സുദർശന ചക്രം എന്നിവ കൈകളിൽ ധരിക്കുന്നവൾ. അതായത് ത്രിമൂർത്തികളിൽ നിന്നാണ് ദേവി വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും ആയുധങ്ങൾ കയ്യിൽ ധരിക്കുന്നവളും പ്രസന്നമായ മുഖത്തോട് കൂടിയവളും മഹിഷാസുരനെ കൊല്ലുന്നവളും താമരയിൽ ഇരിക്കുന്നവളുമായിരിക്കുന്ന മഹാലക്ഷ്മിയെ ഞാൻ വന്ദിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ദേവി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആണ്.
മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അർജുനൻ ആകെ ടെൻഷനായി യുദ്ധം ചെയ്യാൻ വന്നപ്പം. അപ്പൊ അർജുനനോട് പറയുന്നുണ്ട്, പാർത്ത യോഗമായേ ധ്യാനിക്കൂ, ദുർഗാസ്തവം കൊണ്ട് ധ്യാനിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പം ദുർഗാസ്തവം എപ്പോഴും ജപിക്കണം, കവചം എപ്പോഴും ജപിക്കണം, മഹാലക്ഷ്മിയെ നമ്മൾ എപ്പോഴും ഭജിക്കണം. ദേവി ഇപ്പോഴും ഞാൻ പറയുന്നു, ഭൗതികതയിൽ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ, ആത്മീയതയിൽ നമുക്ക് ഗുരുവായൂരപ്പൻ തന്നെ വേണം. ഓക്കെ? അപ്പോ ഋഷിരു ഉവാച, ഋഷി പറഞ്ഞു. എന്താ പറയുന്നത്? ദേവാസുരം അഭ്യുദ്ധിതം പൂർണ്ണമത്ശതം പുരാ മഹിഷേ സുരാണമാധിപേ ദേവാനാം ച പുരന്ധരേ എന്ന് വെച്ചാല്, പണ്ട് ദേവന്മാർക്ക് അധിപനും, അതായത് ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് അധിപനാണ്. മനസ്സിലായെന്തോ? ആ ദേവേന്ദ്രന് മഹിഷാസുരൻ ആരാണ്? അസുരന്മാർക്ക് അധിപനാണ്. അങ്ങനെ ആയിരുന്ന കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മില് 100 വർഷം നീണ്ടൊരു യുദ്ധം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ഈ അസുരന്മാർ അന്നത്തെ കാലത്ത് വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ 100 വർഷം നീണ്ടു നിന്ന യുദ്ധം ആര് തമ്മിലുണ്ടായി? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഉണ്ടായി. അപ്പോ തത്രാസുരൈർ മഹാവീര്യർ ദേവസൈന്യം പരാജിതം ജിത്വാച്ച സകലാൻ ദേവേൻ നിതോ ഭൂതാത്മഹിഷാസുര എന്ന് വെച്ചാല്, പരാക്രമികളായിരിക്കുന്ന അസുരന്മാർ ആ യുദ്ധത്തില് ദേവന്മാരെ പരാജയപ്പെടുത്തി. ഓക്കെ? ദേവന്മാരെ എന്ത് ചെയ്തു? അസുരന്മാര് ദേവന്മാരെ ആ യുദ്ധത്തില് 100 വർഷം നീണ്ടുനിന്ന യുദ്ധത്തില് അസുരന്മാര് പോയിട്ട് ദേവന്മാരെ പരാജയപ്പെടുത്തി. അങ്ങനെ മഹിഷാസുരൻ എന്ത് ചെയ്തു? എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ട് സ്വയം ഇന്ദ്രനായി തീർന്നു. മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ട് സ്വയം ഇന്ദ്രനായി തീരാണ്. ഇവിടെ മഹിഷാസുരന്റെ വധം നടത്താനാണ് ദേവി വന്നത് തന്നെ. മനസ്സിലായില്ലേ? മഹിഷാസുരൻ എല്ലാ ദേവന്മാരെയും അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ സംഭവം. ഇനി പറയുന്നു, തഥാ പരാജിതാ ദേവ പത്മയോനിം പ്രജാപതി പുരസ്കൃത്യ ഗദാസത്രേ യത്രേഷ ഗരുഡധ്വജ എന്ന് വെച്ചാല്, പരാജയപ്പെട്ട ദേവന്മാർ എന്തു ചെയ്തു? ബ്രഹ്മാവിനെ നേതാവാക്കിക്കൊണ്ട് പരമശിവനും മഹാവിഷ്ണുവും ഉള്ള സ്ഥലത്തേക്ക് പോയി. ദേവന്മാർ നോക്കുമ്പോ ഈ അസുരന്മാര് ചേർന്നിട്ട് ഇവരെയൊക്കെ അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോ നേരെ എന്താ ചെയ്തത്? പരാജയപ്പെട്ടു പോയ ദേവന്മാര് മഹാവിഷ്ണുവും ബ്രഹ്മദേവനെ നായകനാക്കിക്കൊണ്ട്, നേതാവാക്കിക്കൊണ്ട് ദേവന്മാരെന്താ ചെയ്തത്? മഹാവിഷ്ണുവും പരമേശ്വരനുമുള്ള സ്ഥലത്തേക്ക് പോവാണ്. ബ്രഹ്മദേവനെയും കൂട്ടിയിട്ട് പോയി. എന്നിട്ടോ യഥാവൃത്തം തയോസ്ത മഹിഷാസുര ചേഷ്ടിതം ത്രിദശ കഥയാ മാസുർ ദേവാഭിവസ്ഥിതരം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല്, ദേവന്മാര് മഹിഷാസുരന്റെ പ്രവൃത്തികളെയും ദേവന്മാർക്കുണ്ടായിരിക്കുന്ന ആ തോൽവിയെയും അങ്ങനെയുള്ള എല്ലാ വിഷമങ്ങളും മഹാദേവനോടും മഹാവിഷ്ണുവിനോടും പറഞ്ഞു. ബ്രഹ്മദേവനും കൂടെയുണ്ട്. കാരണം ഇങ്ങനെ അസുരന്മാരെ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു, എല്ലാം നേടിയെടുത്തു, ഇന്ദ്രന്റെ പദവി അടക്കം മഹിഷാസുരൻ കയ്യിലാക്കി, ഇനി ഞങ്ങൾക്കൊരു രക്ഷയുമില്ല. അങ്ങനെ എല്ലാ വിഷമങ്ങളും ഈ പറയുന്ന ദേവന്മാര് ബ്രഹ്മദേവനെയും കൂട്ടിക്കൊണ്ട് മഹാദേവന്റെയും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു. ഇതുവരെ മനസ്സിലായിട്ടുണ്ടോ? റിപ്ലൈ. ഇതുവരെ മനസ്സിലായോ? ഈ പറഞ്ഞത് വരെ മനസ്സിലായോ? ഓം ശ്രീമാത്രേ നമഃ. നമഃ എന്നുള്ളത് ഹ അല്ല, 2 കുത്ത്. നാമ കഴിഞ്ഞിട്ട് 2 കുത്ത്. ഹ. ഇതുവരെ മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഓക്കെ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നു. സുരേന്ദ്രാജ്ഞ നിലേന്ദുനാം യമസ്യ വരുണസ്യ ച അന്യേഷാം ചാധികാരാൻ സ സ്വയം മേധാവിധിഷ്ഠതി എന്നാ പറയുന്നത്. എന്ന് വെച്ചാല്, സാരില്ല, റെസ്റ്റ് എടുക്കും, ഒന്നും പ്രശ്നമില്ല, ക്ലാസ് പിന്നെ കേട്ടാലും മതി കേട്ടോ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ, വരുണൻ, യമൻ. ആരൊക്കെയാണ്? സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ, വരുണൻ, യമൻ തുടങ്ങിയ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളെ ആരാണ് കയ്യിലാക്കിയത്? മഹിഷാസുരൻ കയ്യിലാക്കി. അയാള് എല്ലാവരുടെ അധികാരങ്ങളെയും കയ്യിലാക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗാ നിരാകൃത സർവേ തേന ദേവഗണാ ഭുവി വിചരന്തി യഥാമർത്യ മഹിഷ്യേണ ദുരാത്മന എന്ന് പറഞ്ഞാല്, ദേവഗണങ്ങളെ എല്ലാവരെയും ദുഷ്ടനായിരിക്കുന്ന മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവർ മനുഷ്യരെ പോലെ ഭൂലോകത്ത് അലഞ്ഞു തിരിയാണ്. ഈ ദേവന്മാര്, മഹിഷാസുരൻ എന്ത് ചെയ്തു? ഇവരെല്ലാവരെയും സ്വർഗത്തു നിന്ന് പിടിച്ച് പുറത്താക്കി. അവരുടെ അധികാരങ്ങളെല്ലാം ഈ മഹിഷാസുരൻ കയ്യിലും ആക്കി. എന്നിട്ട് ഈ ദേവന്മാര് വന്നിട്ട് ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞിങ്ങനെ നടക്കുകയാണ്, മനുഷ്യരെ പോലെ അലഞ്ഞു നടക്കുകയാണ്.
ഏതൊത്ത കഥിതം സർവാമാരി വിചേഷ്ടിതം ശരണം ച പ്രപന്നാസ്മോ വധസ്തസ്യ വിചിന്തതാം എന്ന് വെച്ചാല് ഞങ്ങൾക്കെതിരെയുള്ള, അതായത് ദേവന്മാർക്കെതിരെയുള്ള മഹിഷാസുരന്റെ പ്രവൃത്തികളെല്ലാം വന്നിട്ട് നമ്മുടെ മഹാദേവന്റെ അടുത്തും ഭഗവാന്റെ അടുത്തും എന്ത് ചെയ്തു? ഉണർത്തിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സാരമില്ല, ചില ഹസ്ബൻഡ്സ് അങ്ങനെയാണ്, നമ്മളൊന്നും പറയണ്ട, ക്ഷമിക്കുക. അപ്പൊ എന്താ ഉണ്ടായത്? നേരെ വന്നിട്ട് എല്ലാം ഇവര് ഉണർത്തിച്ചിട്ടോ അവരെങ്ങനെയെങ്കിലും ഇവരെ അടക്കണം, ഈ മഹിഷാസുരനെയും കൂട്ടുകാരെയും എങ്ങനെയെങ്കിലും അടക്കണം. അതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കെ ഇവരുടെ സൗകര്യങ്ങളും ഇവരുടെ സ്ഥാനങ്ങളും ഒക്കെ ഈ മഹിഷാസുരൻ കയ്യിലാക്കിയത് കൊണ്ട് മഹിഷാസുരൻ ദേവന്മാർക്കെതിരെ ചെയ്തിരിക്കുന്ന പല പ്രവൃത്തികളെയും എല്ലാ ദുഷ്ടതരങ്ങളും ഇവര് വന്നിട്ട് മഹാദേവനോടും മഹാവിഷ്ണുവിനോടും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇതെല്ലാം പറഞ്ഞ് അങ്ങേ ശരണമടയുകയാണ്. ദേവന്മാര് പറയണം, ഞങ്ങൾ അങ്ങേ ശരണമടയുകയാണ്. എങ്ങനെ അയാളെ വധിക്കാം? ഇതാണ് ഇവരുടെ ചോദ്യം. എങ്ങനെ മഹിഷാസുരനെ വധിക്കാം? വധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനങ്ങൾ തിരിച്ചു തരണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലോകത്ത് ജീവിക്കണം. ഇത് അധർമ്മമാണ് ഭഗവാനെ എന്ന് പറയുകയാണ്. ഇതം നിമ്മശ്യ ദേവാനാം വജാംസി മധുസൂദന ചകാരകോപം ശാംശുറ്റ ഭൃകൂടി കുടിലാനനൗ എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ദേവന്മാരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് മഹാവിഷ്ണുവും പരമശിവനും മഹാവിഷ്ണുവിനും ഭയങ്കര ദേഷ്യം വന്നു. എന്തിനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ ഇവരുടെ സ്ഥാനങ്ങളൊക്കെ എടുത്തു കളയുന്നത്? എന്താ ഇവർ കാണിക്കുന്നത് ഈ മഹിഷാസുരൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനും മഹാവിഷ്ണുവിനും ഭയങ്കര ദേഷ്യമായി ദേവന്മാര് പറയുന്നത് കേട്ടിട്ട്. അങ്ങനെ ഇരിക്കെ മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും പുരികൊക്കെ ഇങ്ങനെ വളഞ്ഞു വന്നു, ദേഷ്യം വന്നിട്ട്. ഭയങ്കര ദേഷ്യത്തിലിരിക്കെ അവര് രണ്ടുപേരും. തഥോതികോപപൂർണസ്യ ചക്രിണോ വദനാത്തത നിഷ്ക്രാമ മഹത്തേജ ബ്രാഹ്മണ ശങ്കരസ്യശ എന്ന് പറഞ്ഞാല് വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്ന മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും ആ മുഖത്ത് നിന്ന് ഒരു തേജസ് വന്നു. ത്രിമൂർത്തികളുടെയും മുഖത്ത് നിന്ന് ഒരു തേജസ് വന്നു. ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുന്ന ത്രിമൂർത്തികളുടെ 3 പേരുടെയും മുഖത്ത് നിന്ന് പെട്ടെന്ന് ഒരു തേജസ് വന്നു. ശ്രദ്ധിക്കണേ, 3 പേരുടെയും മുഖത്ത് നിന്ന് ഒരുപോലെ വന്നിരിക്കുന്നത്. അനേഷ്യാം ശൈവദേവാനാം ശക്രാധീനാം ശരീരത നിർഗതം സുമത്തേജ തച്ചൈക്യം സമക്കശത എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഇന്ദ്രൻ തുടങ്ങി മറ്റെല്ലാ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് അതുപോലൊരു പ്രഭയുണ്ടായി. എല്ലാ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ഒരു പ്രഭയുണ്ടായി. ഈ 3 ത്രിമൂർത്തികളുടെ മുഖത്തു നിന്നും ഒരു തേജസ്സും വന്നു. എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നു. ത്രിമൂർത്തികളുടെ മുഖത്ത് നിന്ന് വന്ന തേജസ്സും ഈ ദേവന്മാരിൽ നിന്നൊക്കെ വന്ന പ്രഭയും എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് അങ്ങോട്ട് നിന്നു. അതീവ തേജസ്സ കൂടം ജ്വലന്തമിവ പർവ്വതം തദൃശ്യസ്തു സുരാസത്രേ ജ്വാലാവ്യാപ്തി ദിഗന്ധരം എന്ന് പറഞ്ഞാല് ജ്വലിക്കുന്ന ഒരു പർവ്വതം പോലെ, ഒരു വെളിച്ചം, ഒരു ജ്വാല പോലെ ആ ഒരു തേജസ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരുടെ ഇതിൽ നിന്നും വന്ന ഒരു ജ്വലിക്കുന്ന ഒരു തേജസ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതുലം തത്ര തത്തേജ സർവദേശ ശരീരജം ഏകസ്തം തദ ഭൂനാരി വ്യാപ്ത ലോകാത്രയം തുഷ എന്ന് വെച്ചാല് എല്ലാ ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും വന്നിരിക്കുന്ന ആ പുറത്തു വന്നിരിക്കുന്ന ഒരുമിച്ച് കൂടിയ ആ ഒരു തേജസ് 3 ലോകങ്ങളിലെയും ഇങ്ങനെ തിളക്കുന്ന പോലെ ഒരു സ്ത്രീരൂപമായി കഴിഞ്ഞു. ആ ത്രിമൂർത്തികളിൽ നിന്ന് വന്ന തേജസ്സും അതുപോലെ ഈ ദേവന്മാരിൽ നിന്ന് വന്ന തേജസ്സും എല്ലാം കൂടി ഒരു സ്ത്രീരൂപമായി നിൽക്കുകയാണ്. 3 ലോകങ്ങളെയും ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീരൂപമായി നിൽക്കുകയാണ്. യത ഭൂതാഭവം തേജസ്തേനാജേതേ തന്മുഖം യാസ്യമ്യ ചാഭവാൻ കേശ ബാഹവോ വിഷ്ണു തേജസ എന്ന് വെച്ചാൽ പരമശിവന്റെ തേജസ് കൊണ്ട് ആ ദേവിയുടെ മുഖം ഉണ്ടായി. ഓക്കെ, യമന്റെ തേജസ് കൊണ്ട് നല്ല തലമുടി ഉണ്ടായി. വിഷ്ണുവിന്റെ തേജസ് കൊണ്ട് കൈകൾ ഉണ്ടായി ആ രൂപത്തിന്. സൗമ്യേന സ്തന യോരുഗമ്യം മധ്യം ചൈത്രേണ ചാഭവാ വാരുണേന ജങ്കോരു നിബന്ധസ്തേജസാഭുവ എന്ന് വെച്ചാല് ചന്ദ്രന്റെ തേജസ് കൊണ്ട് 2 സ്തനങ്ങൾ, ഇന്ദ്രന്റെ തേജസ് കൊണ്ട് അരക്കെട്ട്, വരുണന്റെ തേജസ് കൊണ്ട് തുട, കണങ്കാലുകളും ഭൂമിയുടെ തുടകളും കണങ്കാലും വന്നു. ഭൂമിയുടെ തേജസ് കൊണ്ട് നിതംബം. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ആ രൂപത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും തേജസ് കൊണ്ട്. ബ്രഹ്മണസ്തേജസ പാദൗ തങ്കുലിതോർക്ക തേജസ വസുനാംശ കാരുംഗുല്യ കൗബരേണ നാസിക എന്ന് വെച്ചാല് ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്ന് വന്ന പാദങ്ങളും സൂര്യന്റെ തേജസ്സിൽ നിന്ന് വന്ന കാൽവിരലുകളും വസുക്കളിൽ നിന്ന് വന്ന കാൽവിരലുകളും കുബേരന്റെ തേജസ്സിൽ നിന്ന് മൂക്കുമുണ്ടായി.
വസുക്കളിൽ നിന്ന് വന്നത് കൈവിരലുകളാണ്. ഓക്കെ, കൈവിരലുകളും കുബേരന്റെ തേജസ്സിൽ നിന്ന് മൂക്കും വന്നു. മനസ്സിലായോ? തദ്യാസ്തദുദന്ധാ സംഭൂത പ്രജാപത്യേന തേജസ നയനത്രിയന്തം ജജ്ഞേ തഥാ പാവക തേജസ. പ്രജാപതിയുടെ തേജസ്സിൽ നിന്ന് ദേവിയുടെ ദന്തങ്ങൾ ഉണ്ടായി, പല്ല്. അഗ്നിയുടെ തേജസ്സിൽ നിന്ന് ദേവിക്ക് 3 കണ്ണുകൾ ഉണ്ടായി. ബ്രൂവൗജസ്സന്ധിയോജസ്തേജ ശ്രവണാനനിലസ്യജ അന്യേഷാം ചൈവ ദേവാനാം സംഭവത് തേജസ്തദാം ശിവ. 2 സന്ധ്യകളുടെ തേജസ് 2 പുരികക്കൊടികളായി മാറി. വായുവിന്റെ തേജസ് കൊണ്ട് 2 ചെവികൾ ഉണ്ടായി. അങ്ങനെ ദേവന്മാരുടെ തേജസ്, ഓരോ ദേവന്മാരുടെ തേജസ് കൊണ്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ മാറി വന്നു ആ ശിവമയായിരിക്കുന്ന ദേവി. തത സമസ്തദേവാനാം തേജോഷാരി സമുദ്ഭവാം താം വിലോക്യമുദം പാപുരമരാ മഹിഷാർദിത. ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും തേജോരാശിയിൽ നിന്നുണ്ടായ ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദേവന്മാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വന്നിരിക്കുന്ന ആ തേജസ്സായിരിക്കുന്ന ദേവിയെ കണ്ടപ്പം മഹിഷാസുരന്മാർ ഇങ്ങനെ ദ്രോഹിച്ച് തീർക്കാണ് ദേവന്മാര്. ആ ദേവന്മാരുടെ സന്തോഷത്തിന് ഒരു എന്താ പറയാ, അതിർവരമ്പുകളില്ല എന്ന് വേണം പറയാൻ. അത്രയും സന്തോഷിക്കണ ദേവന്മാര്. മനസ്സിലായോ? ശൂലം ശൂലാദിനി നിഷ്കൃത്യ തദൗ തസ്യ പിനാകൃത ചക്രം ച തദത്താവാൻ കൃഷ്ണ സമുത്പാട്യ സ ചക്രധ. പിനാകധാരിയായിരിക്കുന്ന മഹാദേവൻ തന്റെ ത്രിശൂലത്തിൽ നിന്ന് ഒരു ശൂലം ആകർഷിച്ചിങ്ങെടുത്തു. എന്നിട്ടോ അത് ദേവിക്ക് അങ്ങ് കൊടുത്തു. മഹാദേവൻ ഒരു ശൂലം കൊടുത്തു. വിഷ്ണു എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്തിൽ നിന്ന് ഒരു ചക്രം എടുത്ത് സൃഷ്ടിച്ച് ദേവിക്ക് അങ്ങ് കൊടുത്തു. ശംഖം ച വരുണ ശക്തിം തദൗ തസ്യ ഹുദാശന മാരുതോ ദത്തവാചം ചം ബാണപൂർണേ തദേ ദുഷി. എന്ന് വെച്ചാല് വരുണൻ എന്ത് ചെയ്ത് ഒരു ശംഖു കൊടുത്തു. അഗ്നി എന്ത് ചെയ്ത് ഒരു വേലായുധം കൊടുത്തു. വായു ഭഗവാൻ ഒരു വില്ലും ബാണങ്ങൾ നിറഞ്ഞ 2 ആവനാഴികളും ദേവിക്ക് കൊടുത്തു. എങ്ങനെയാ ദേവി വരുന്നേന്ന് ആലോചിച്ച് നോക്കിക്കേ. വജ്രമിദ്ര സമുത്പാഠ്യ കുലിശാധമപരാധിച്ച ദദൗ തസ്യ സമസ്രാക്ഷോ ഗണ്ഡാമൈരവദ്ധാദ്ഗജാത്. എന്ന് പറഞ്ഞാല് ദേവാദിദേവനായിരിക്കുന്ന സഹസ്രാക്ഷനുമായിരിക്കുന്ന ദേവേന്ദ്രൻ സ്വന്തം വജ്രായുധത്തിൽ നിന്ന് ഒരു വജ്രവും കൊടുത്തു. ഐരാവതം എന്ന ഗജത്തിൽ നിന്ന്, ആനയിൽ നിന്ന് മണിയും ആകർഷിച്ചിട്ട് ദേവിക്ക് അങ്ങ് കൊടുത്തു. കാലദണ്ഡാധ്യമോഷദണ്ഡം പാശം ചാമ്പുപതിർ ദദൗ പ്രജാപതിക്ഷാക്ഷമാലം ദദൗ ബ്രഹ്മാ കമണ്ഡലവും. യമൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കാലദണ്ഡിൽ നിന്ന് ഒരു ദണ്ഡും, വരുണൻ എന്ത് ചെയ്ത് പാശവും നൽകി. പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മദേവൻ എന്താ ചെയ്തത്? അക്ഷമാലയും കമണ്ഡലവും ദേവിക്ക് കൊടുത്തു. സമസ്ത രോമകൂപേഷു നിജശ്വരിൻ ദിവാകര കാലശ്ച ദത്തവാൻ ഗഡ്ഗം തസ്സൈ ചർമ്മച്ഛ നിർമ്മലം. സൂര്യദേവൻ എന്താ ചെയ്തത്? ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലും തന്റെ രശ്മികൾ അങ്ങ് കൊടുത്തു ദേവിക്ക്. വാളും, കാലൻ എന്ത് ചെയ്തു? ഒരു വാളും ഒരു പരിചയം കൊടുത്തു. ക്ഷീരോദശ്ചമാലം ഹാര മജരേ തഥാംബരേ ചൂടാമണീം തഥാ ദിവ്യം കുണ്ഡലേ കടകാനിച അർദ്ധഛത്രം തഥാ ശുഭ്രം കേയുരാൻ സർവബാഹുഷു നുപൂരൗ വിമലൗ തദൗ ഗൈഗ്രേവയക്കനനുത്തമം അങ്കുലീയരക്താനി സമസ്താസ്വാഖിലം ശിലിഷുച വിശ്വകർമാ ദദൗ തസ്യ പരശും ഛാതി നിർമ്മലം അസ്ത്രാണി നേഘരൂപാണി തഥാ വേദ്യം ച ദംശനം അമ്ലാന പങ്കജാം മാലാം ശിരസുരസീ ചാബരാം അതദാജ്വല തൈസ്യേ പങ്കജം ചാതിശോഭനം ഹിമവാൻ വാഹനം സിംഹം രക്താനി വിവിധാനി ച. എന്ന് പറഞ്ഞാല് പാൽക്കടൽ മനോഹരമായിരിക്കുന്ന, പാൽക്കടൽ ഉണ്ടല്ലോ, പാൽക്കടൽ എന്ത് ചെയ്തു? മനോഹരമായിരിക്കുന്ന, ഒരിക്കലും ജീർണിക്കാത്ത 2 വസ്ത്രങ്ങളും, ദിവ്യമായിരിക്കുന്ന ഒരു ചൂടാമണിയും, 2 കുണ്ടലങ്ങളും, വളകളും, അർദ്ധചന്ദ്രാകൃതിയിൽ, പാതിയുള്ള ചന്ദ്രന്റെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു ആഭരണവും, എല്ലാ കൈകളിലും അണിയാൻ വേണ്ടി കേയൂരങ്ങളും, നല്ല തിളങ്ങുന്ന കാൽ ചിലമ്പുകളും, കാലിൽ അണിയാൻ വേണ്ടി നല്ല അതുല്യമായിരിക്കുന്ന ആഭരണങ്ങളും, എല്ലാ വിരലുകളിലും അണിയാൻ നല്ല രത്നം പതിച്ച മോതിരങ്ങളും ഒക്കെ കൊടുത്തു. വിശ്വകർമാവ് എന്ത് ചെയ്തു? നല്ലൊരു വെൺമഴവും കൊടുത്തു, പല തരത്തിലുള്ള അസ്ത്രങ്ങളും കൊടുത്തു, ഒരു ആർക്കും ഭേദിക്കാനാവാത്ത ഒരു കവചവും കൊടുത്തു ദേവിക്ക്. സമുദ്രം എന്ത് ചെയ്തു? വാടാത്ത താമര കൊണ്ടുള്ള മാല
തലയിൽ ധരിക്കാൻ മറ്റൊന്ന്, മാറിൽ ചാർത്താൻ വേറൊന്ന്, അതിമനോഹരമായിരിക്കുന്ന ഒരു ചെന്താമരപ്പൂവ് കയ്യിൽ ധരിക്കാനും വേണ്ടി കൊടുത്തു. ഹിമവാൻ എന്ത് ചെയ്തു? ദേവിക്ക് വാഹനമായിട്ടൊരു സിംഹത്തെയും അങ്ങ് കൊടുത്തു. അങ്ങനെ പലതരത്തിലുള്ള രത്നങ്ങളും എല്ലാം അങ്ങ് അമ്മയ്ക്ക് അങ്ങ് കൊടുത്തു, എല്ലാവരും ചേർന്നിട്ട്. എത്ര മനോഹരമാണല്ലേ? ദദാവശൂന്യം സുരയാ പാനപാത്രം ദദാനിഭ ശേഷജ്ഞ സർവനാഘോഷു മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ തസ്യ തദേയ പ്രതി മിമീഹം നൈരഭി സുരേർദേവി ഭൂഷണാരായുധത്തതിസ്തഥാ. കുബേരൻ എന്ത് ചെയ്തു? മദ്യം ഒരിക്കലും ഒഴിയാത്ത ഒരു പാനപാത്രം കൊടുത്തു. മദ്യം ഒരിക്കലും തീരാത്ത ഒരു പാനപാത്രം കൊടുത്തു കുബേരൻ. പൃഥ്വിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നാഗാധിപനായിരിക്കുന്ന ശേഷൻ എന്ത് ചെയ്ത്? പല വിധത്തിലുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഒരു നാഗഹാരം നൽകി അമ്മയ്ക്ക്. മറ്റുള്ള ദേവന്മാരും ദേവിക്ക് നിരവധി ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം അങ്ങ് കൊടുത്തു. സമാനിധ നനാത്വജേ സാട്ടഹാസം മുർമുഹു തസ്യാ നാഥേന ഘോരേണ ക്രിസ്താമപൂരിതം നഭ. സമ്മാനിധയായ ദേവി, ഇത്രയും കിട്ടിയ ദേവി എന്താ ചെയ്തത്? അട്ടഹാസത്തോടുകൂടി പല പ്രാവശ്യം ഉച്ചത്തിൽ അങ്ങ് ദേവി ശബ്ദമുണ്ടാക്കി. ദേവിയുടെ ആ ഒരു ഘോര ശബ്ദം കേട്ടിട്ട് ആകാശവും മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അമ്മയുടെ ശബ്ദം, അട്ടഹാസം കേട്ടിട്ട്. അമയായഥാ പ്രതിശബ്ദോ മഹാനുഭൂത് ചുച്ചുക്ഷു സകലാലോക സുമുദ്രാ ചിഗംബരേ. മഹത്തായ ആ ശബ്ദത്തിന് പ്രതിധ്വനി ഉണ്ടായി. അമ്മയുടെ ആ ശബ്ദം, നമ്മളിങ്ങനെ മലയുടെ മുകളിലൊക്കെ ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ വരില്ലേ, അതേപോലെ അമ്മയുടെ ശബ്ദത്തിന് പ്രതിധ്വനി ഉണ്ടായി. ആ ശബ്ദം കേട്ടിട്ട് എല്ലാ ലോകങ്ങളും സമുദ്രങ്ങളും അങ്ങ് ഇളകി മറിഞ്ഞിരിക്കുകയാണ് ആ ശബ്ദത്തിന്റെ പ്രകമ്പനം കൊണ്ട്. വസുധാ ചേലു സകലാജ്ഞമഹീധര ജയതി ദേവാശ്ച മുദാ താമുജു സിംഹവാഹിനി എന്ന് വെച്ചാല് ഭൂമിയും എല്ലാ പർവ്വതങ്ങളും അങ്ങ് വിറച്ചു അമ്മയുടെ ആ ശബ്ദം കേട്ടിട്ട്. അപ്പോ ദേവന്മാരെല്ലാവരും കൊണ്ട് എന്താ ചെയ്തത്? സിംഹവാഹനത്തിലിരിക്കുന്ന ദേവിയെ അങ്ങ് ഭയങ്കരമായിട്ട് ജയഘോഷം നടത്തുകയാണ് ദേവിക്ക്. ദേവി ഭയങ്കര ഭംഗിയായിട്ട് വർണ്ണിക്കാനാവാത്ത സൗന്ദര്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മ. ആ അമ്മയ്ക്ക് ആരവങ്ങളോടുകൂടി ജയഘോഷം കൊടുക്കുകയാണ് ആര്? എല്ലാ ദേവന്മാരും. തുഷ്ടുപുർമുനയശ്ചനാം ഭക്തി നമ്രാംനുമൂർത്തയെ. എല്ലാ മുനിഗണങ്ങളും എന്ത് ചെയ്തു? ഭക്തി കൊണ്ട് വണങ്ങിയ ശരീരത്തോടുകൂടി ദേവിയെ അങ്ങ് സ്തുതിച്ചു. എല്ലാവരും അമ്മയുടെ മുമ്പിൽ തല കുനിച്ചു നിന്ന് ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ദൃഷ്ടാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരായ സന്നദ്ധാകില സൈന്യാസ്തേ സമുത്തസ്തുരുയായുധ എന്ന് വെച്ചാല് ത്രൈലോക്യം മുഴുവൻ, 3 ലോകങ്ങളും അങ്ങ് ഇളകി മറിയുന്നത് കണ്ടിട്ട് അസുരന്മാരെന്ത് ചെയ്ത്? ആയുധങ്ങളെല്ലാം എടുത്തു. സൈന്യത്തോടു കൂടി ആയുധങ്ങളെല്ലാം എടുത്തിട്ട് യുദ്ധത്തിനായിട്ട് തയ്യാറായി. കാരണം അവർക്ക് മനസ്സിലായി എന്തോ നടക്കാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. നേരെ എന്ത് ചെയ്ത്? അസുരന്മാർ നോക്കുമ്പം ഈ 3 ലോകങ്ങളും സമുദ്രങ്ങളും എല്ലാം ഇളകി മറിയാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് സ്വസ്ഥായിട്ടിരിക്കട്ടെ. ഇളകി മറിയാണ്. അങ്ങനെ ഇളകി മറിഞ്ഞപ്പോ അസുരന്മാരങ്ങോട്ട് യുദ്ധത്തിന് തയ്യാറായി, വിടരുത് എന്നുള്ള ഭാവത്തില്. ആ കിമേതതിക്രോധാ ഭാഷ്യ മഹിഷാസുര അഭിധ്യാവതം ശബ്ദം അശ്വേശ്വര സുരർവിർദ എന്ന് വെച്ചാല് എന്താണിത്? ഇങ്ങനെ ഒരു കോപം അസുരന്മാർക്ക്. ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ഇവിടെ നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മഹിഷാസുരൻ അങ്ങ് ചാടി വന്നിട്ട് എല്ലാ സൈന്യങ്ങളെ അങ്ങ് റെഡിയാക്കിക്കൊണ്ട്, ആ ശബ്ദം എവിടുന്നാ കേട്ടത്? അങ്ങോട്ട് തന്നെ പോകൂന്ന് പറഞ്ഞു. മഹിഷാസുരനും കൂട്ടരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ദദർശ തതോ ദേവീം വ്യാപ്ത ലോകത്രയം തുഷാ പദാക്രാന്ത്യന ഭുവം കിരീടോലിഗിലിതാംബരാം ശോഭിതാ ശേഷപാതാളാം ധനുർജാനീസ്വനേനതാം ദിശോ ഭുജസഹസ്രേണ സാമന്താത് വ്യാപസംസ്ഥിതാം. സ്വന്തം ശോഭയില്, അതായത് ദേവിയുടെ ആ ഒരു സ്വന്തം ശോഭയില് 3 ലോകങ്ങളും വ്യാപിച്ചിരിക്കുകയാണ് അമ്മ, അല്ലെ? പാദം കൊണ്ട് ഭൂമിയെ അങ്ങ് അമർത്തി പിടിച്ചിട്ട്, അമർത്തി ചവിട്ടിയിട്ട് ആകാശചുംബിയായ കിരീടത്തോടുകൂടി അമ്മ ഇങ്ങനെ ആകാശചുംബിയാണ്, ആകാശത്തെ തൊടുന്ന തരത്തിലുള്ള അത്രയും വലിയ കിരീടത്തോടു കൂടിയിട്ട് വില്ലിന്റെ ഞാൺ വലിച്ച ശബ്ദം കൊണ്ട് പാതാളമെല്ലാം ഇളക്കിയിട്ട് ഭുജസഹസ്രം കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ചവളായിരിക്കുന്ന ആ ദേവിയെ ആര് കണ്ടു? മഹിഷാസുരൻ കണ്ടു. മഹിഷാസുരൻ നോക്കുമ്പോ ആകാശമുട്ടെ അമ്മ ഉയർന്നിരിക്കുന്നു. പാദം ഇങ്ങനെ ഭൂമിയെ ചവിട്ടി വെച്ചിരിക്കുകയാണ്. അമ്മയുടെ പാദം കൊണ്ട് ഭൂമിയെ ഇങ്ങനെ അമർത്തി ചവിട്ടിയിരിക്കുകയാണ്. കൈകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ആയുധങ്ങളും കൈകളില്, നല്ല മാല,
തിളങ്ങുന്ന സൗന്ദര്യം, മുടിയെല്ലാം ഇങ്ങനെ പാറി പറന്ന് സിംഹത്തിന്റെ പുറത്ത് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഗൗരവ ഭാവത്തോടു കൂടി. മഹിഷാസുരൻ അമ്മയെ കണ്ടു. തത പ്രവർത്തയേത യുദ്ധം തയാ ദേവ്യാ സുരാദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തരാഭിദീതി ദിഗന്ധരം. ദേവിയും അസുരന്മാരും തമ്മില് ഒരുപാട് അസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ട് യുദ്ധം തുടങ്ങി. എല്ലാ ദിക്കുകളും പ്രകാശിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധമാണ് അവിടെ തുടങ്ങിയത്. മഹിഷാസുര സേനാനി ചിശോരുഗേ മഹാസുര യുദ്ധേ ചാമരശ്ചാനിശ്ചതുരംഗബലാന്വിതേ. മഹിഷാസുരന്റെ സേനാനിയായിരിക്കുന്ന ആളുടെ പേരെന്താണ്? ആർക്കെല്ലാം അറിയോ മഹിഷാസുരന്റെ സേനാനിയുടെ പേര്? ആർക്കെങ്കിലും അറിയോ മഹിഷാസുരന്റെ സേനാനായകന്റെ പേരെന്താണ്? എല്ലാവരും കുറെ ദേവി മഹാത്മ്യം വായിക്കുന്നവരാണ്, ചൊല്ലുന്നവരാണ്, ലളിത സഹസ്രനാമം വായിക്കുന്നവരാണ്. മഹിഷാസുരന്റെ സേനാധിപന്റെ പേരെന്താണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു, ഒന്നും കുഴപ്പമില്ല, സ്വാഭാവികം. മഹിഷാസുരന്റെ സേനാധിപതിയുടെ പേരെന്താണ്? ഇല്ല, പ്രീത മാതാജിക്ക് അറിയില്ല. ഗ്രേറ്റ്. അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറയണം, അത്ര തന്നെ. മഹിഷാസുരന്റെ സേനാധിപന്റെ പേരെന്താണ്? അറിയില്ല? മഹിഷാസുരന്റെ സേനാധിപന്റെ പേരെന്താണ്? മറന്നുപോയി. മഞ്ജു ജയകുമാർ. ചിക്ഷുരൻ. കറക്റ്റ്, ചിക്ഷുരൻ. മഹിഷാസുരന്റെ സേനാധിപന്റെ പേരാണ് ചിക്ഷുരൻ. ചിക്ഷുരൻ എന്ന് പറയുന്ന വലിയൊരു അസുരനുണ്ട്. ചതുരംഗ സേനയോടുകൂടി ആ അസുരന്മാരെന്ത് ചെയ്തു? അസുരന്മാരോടും കൂടി ചാമരനും യുദ്ധം ചെയ്തു ദേവിയോട്. ഇവരെല്ലാരും വന്ന് അമ്മയോട് യുദ്ധം ചെയ്യാണ്. രഥാനാമയുദ്ധേ ഷഡ്ബി ഉദഗ്രോഗ്യോ മഹാസുര ആയുധ്യാധായുധാനാം സഹസ്രേണ മഹാമനു. 6 ആയുധം, അതായത് 60,000. 6 എന്ന് പറഞ്ഞാൽ 6 ആയുധം എന്ന് പറഞ്ഞാൽ 60,000 രഥങ്ങളുമായിട്ട് ഉദഗ്രൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ഉദഗ്രൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അദ്ദേഹം എന്ത് ചെയ്തു? 1000 ആയുധം, അതായത് 1000 മീൻസ് 6 ആയുധം എന്ന് പറഞ്ഞാല് 60,000. 1000 ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി. ഇത്രയും രഥങ്ങളൊക്കെ ആയിട്ട് മഹാമനു എന്ന് പറയുന്ന ഒരു അസുരനും മഹാസുരനും എല്ലാരും കൂടെ വന്നിട്ട് ദേവിയോട് യുദ്ധം ചെയ്യണം. 1000കണക്കിനും 60,000 കണക്കിനും 1 കോടി കണക്കിനും എന്താ പറയാ ഇതൊക്കെ ആയിട്ട് വന്നിരിക്കണം. രഥവും ആയുധവും സൈന്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ദേവി ഒറ്റയ്ക്കാണ്. ഇത്രയും ആൾക്കാരായിട്ട് വന്നിട്ടാണ് ഇവര് യുദ്ധം തുടങ്ങുന്നത്. പഞ്ചാശദിഗ്ഭിജ നിയുദ്ധരൈ സിലോമ മഹാസുര അയുദ്ധാനാം ശതൈ ഷഡ്ബിർ ബാഷ്കലോ യുദ്ധേരണേ. എന്ന് വെച്ചാല് അസിലോമ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അസിലോമ അയാൾ എന്താ ചെയ്തത്? അയാള് 50 നിയുദ്ധം, അതായത് 5 കോടി പടയോടുകൂടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ബാഷ്കലൻ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹം 60 ലക്ഷം പടയോടുകൂടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, എത്ര 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 ആൾക്കാരുമായിട്ടാണ് വന്നിട്ട് യുദ്ധം ചെയ്യണേന്ന്. ഇത്രയും യുദ്ധം ചെയ്യാൻ വേണ്ടി ഇവര് ഓടി വന്നിരിക്കുകയാണ്. ഗജവാജി സഹസ്രൗഘരൈനേഘ പരിവാരിത വൃതോ രഥാനാം കോട്യാച്ച യുദ്ധേ തസ്മിന്ന യുദ്ധതേ. പരിവാരിതൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അയാൾ എന്താ ചെയ്തത്? അനേകായിരം ആന, കുതിര, 1 കോടി രഥങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടാണ് അയാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. ബിഡാലാഘേ യുധാനാം ച പഞ്ചാശദ്ഭിരായുധേ യുയുധേ സംയുധേ തത്ര രഥാനാം പരിവാരിത. ബിഡാലൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അയാൾ 500 കോടി രഥങ്ങളുമായിട്ട് വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ദേവിയോട്. അന്യേ ച തത്രായുധോഷോ രഥനാഗഹീർവൃത യുയുദ്ധുസംയുഗേ ദേവ്യേ സഹത്തത്ര മഹാസുര. വേറെയും അനേകം മഹാസുരന്മാരുണ്ട്. അവരെല്ലാരും കൂടി വന്ന് 10,000 കണക്കിന് രഥം, ആന, കുതിര ഇവയോടുകൂടി ദേവിയുടെ അടുത്ത് യുദ്ധം ചെയ്യാണ്. കോടി കോടി സഹസ്രൈസ്തുരധാനാം ദന്തിനാം തഥാ ഹയാനാം ചവൃതോ യുദ്ധേ തത്രാ മഹിഷാസുര. മഹിഷാസുരൻ എന്ത് ചെയ്തു? അനേകം കോടി രഥങ്ങളും ആനകളും കുതിരകളും ഒക്കെ ആയിട്ട് മഹിഷാസുരനും വന്ന് യുദ്ധത്തിന് വേണ്ടി ഈ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്.
തോമൈരൈർബിന്ദിപ്പാലശ്ചേ ശക്തിബിനിർമുസ്ലൈധതസ്തദ യുയുദ്ധു സംയുഗേ ദേവ്യോ ഗഡ്ഗേ പരശുപണ്ഠിഷൈ. എന്ന് വെച്ചാല് അസുരന്മാര് തോമരം, കവണ, വേല്, ഇരുമ്പുലക്ക, വാള്, മഴു, പട്ടിശം ഇതുകൊണ്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ അസുരന്മാരെ യുദ്ധം ചെയ്യുന്നത് ദേവിയോട്. ഇവരെ കയ്യിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. കേജിച്ച ചിക്ഷുബു ശക്തി കേജിത് പാശാംസ്തഥാ പരേ ദേവീം ഗഡ്ഗ പ്രഹാരൈസ്തുതേ താം ഹന്തും പ്രജക്രുമു. എന്ന് വെച്ചാല് ചില അസുരന്മാരെന്താ ചെയ്തെന്നറിയോ? ചിക്ഷിപു ശക്തി കേജിത്, അതായത് അസുരന്മാര് കുറച്ച് വേലുകളൊക്കെ എടുത്ത് എറിഞ്ഞ് പാശമൊക്കെ പ്രയോഗിച്ച് വാളുകൊണ്ട് വെട്ടിയൊക്കെ ദേവിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. വാളെടുത്ത് വെട്ടിയിട്ടൊക്കെ ദേവിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോ സാബി ദേവി തസ്താനി ശാസ്ത്രാണി സ്ത്രാണി ചണ്ഡിക ലീലയ്യവ പ്രജിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. എന്ന് വെച്ചാൽ, അയ്യോ ലൈവിന്റെ ഷെയർ വളരെ കുറവാണ്, എന്താ ഷെയർ ചെയ്യാത്താരും? മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. ദേവി എന്താ ചെയ്തത്? ഇവർ ഇത്ര കോടി ആയുധങ്ങളും കൊണ്ട് വന്നിട്ടും ദേവി എന്താ ചെയ്തത്? അസുരന്മാർ അയച്ചിരിക്കുന്ന എല്ലാ ആയുധങ്ങളെയും അസ്ത്രങ്ങളെയും ഒക്കെ സ്വന്തം ശസ്ത്രാശങ്ങൾ കൊണ്ട് ഒരു ലീല പോലെ, ഒരു ചെറിയ ഒരു വെണ്ണയൊക്കെ മുറിക്കുന്നത് പോലെ ദേവി അങ്ങ് എന്താ പറയാ, വളരെ ഈസി ആയിട്ട് ദേവി അങ്ങ് ഇതെല്ലാം മുറിച്ചു കളഞ്ഞു. അനയാസ്ഥാന ദേവി സ്തൂയമാനാസുരർഭിഷി മുമുജോ ചാസുരുദേവേഷു ശസ്ത്രാണസ്ത്രാണി ചേശ്വരി. ദേവന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ട ദേവിയുടെ മുഖത്തിന് ഒട്ടും വാട്ടമില്ല. ദേവി നല്ല ഭംഗിയായിട്ട് നിന്നിട്ട് ഒട്ടും വാട്ടമില്ലാതെ ക്ഷീണമില്ലാതെ ദേവി യുദ്ധം നടത്തണം. അസുരന്മാരുടെ നേർക്ക് ദേവി ഇങ്ങനെ മണ്ണ് വാരി എറിയുന്നത് പോലെയാണ് എന്താ പറയാ ഈ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ കൊടുക്കുന്നത്. കാരണം ഇത്രയും കോടിക്കണക്കിന് അസുരന്മാരുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ദേവി അനങ്ങാതെ നിന്നിട്ട് അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് ദേവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോഭിക്രുപ്തോ ദുദസ്സടോ ദേവ്യോ വാഹനക്കേസരി ചചാരസുരസൈന്യേഷു വനിഷ്യേഹുദാശന. ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹം എന്ത് ചെയ്ത് ദേഷ്യം അങ്ങോട്ട് വന്നു സിംഹത്തിന്റെ പുറത്താ ദേവി ഇരിക്കുന്നത്. സിംഹത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് സടയങ്ങോട്ട് കൊടഞ്ഞു സിംഹം. എന്നിട്ടോ കാട്ടിലിങ്ങനെ തീ പടരുന്നത് പോലെ സിംഹം ഈ അസുരന്മാരുടെ ഇടയിലോട്ട് അങ്ങോട്ട് അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് ഓടി. നിശ്വാസാൻ മുമുച്ചേയാംശ യുദ്ധ്യാനമാനാരണംബിക യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോ ദേവി ഇങ്ങനെ ശ്വാസം വിടില്ലേ, ഒരു നിശ്വാസം വിടുന്നത് പോലെ ദേവി ശ്വാസം വിട്ടപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ഭൂതങ്ങൾ വന്നു ആ നിശ്വാസത്തിൽ നിന്ന്. ദേവിയുടെ ആ ശ്വാസത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഭൂതങ്ങൾ ഉണ്ടായി. യുയുത്സുതേ പരശുബിർദിന്തി പാലാസി പട്ടിഷേ നാശയന്തോ സുരഗണാൻ ദേവീ ശക്തിപംബൃഹിത. എന്ന് വെച്ചാല് ആ ഭൂതഗണങ്ങളും ദേവിയുടെ ആ പ്രഭ കൊണ്ട് കൂടുതൽ കൂടുതൽ ബലവാന്മാരായി വന്നു. ആ ഭൂതഗണങ്ങൾ ദേവിയുടെ ആ ചൈതന്യം കണ്ടപ്പം ആ ഭൂതഗണങ്ങൾക്കൊക്കെ ഭയങ്കര ശക്തി വന്നു. ഓൾറെഡി അവർ ശക്തിമാന്മാരാണ്, പക്ഷെ ഇതിൽ കൂടുതൽ ശക്തി അവർക്ക് വന്നു. അസുരന്മാരോട് എന്ത് ചെയ്തു? അവര് കോടാലി, കവണ, വാള്, പട്ടിശം ഇത്രയും ആയുധങ്ങൾ എടുത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്യാണ്. അവാദയന്താ ചടഹാൻ ഗണാ ശങ്കാസ്തപ്പരേ മൃദാംഗാശ്ച തദൈവാനേ തസ്മിൻ യുദ്ധ മഹോത്സവ. ആ ഒരു യുദ്ധ മഹോത്സവം എന്ന് വേണമെങ്കിൽ പറയാം. ആ യുദ്ധ മഹോത്സവത്തില് ഭൂതഗണങ്ങളിൽ ചിലർ എന്താ ചെയ്ത് ബേരി കൊട്ടാൻ തുടങ്ങി, നല്ലോണം ബേരി കൊട്ടാൻ തുടങ്ങി ഭൂതഗണങ്ങള്. മറ്റു ചിലർ എന്ത് ചെയ്ത് ശംഖ് വിളിക്കാൻ തുടങ്ങി. ചില ആൾക്കാർ മൃദംഗമൊക്കെ വായിക്കാൻ തുടങ്ങി. ആ യുദ്ധത്തിന്റെ നടുക്ക് ഈ പറയുന്ന ഭൂതഗണങ്ങള്, ദേവിയുടെ ഭൂതഗണങ്ങള് നല്ലോണം ശംഖ് വിളിക്കാനും മൃദംഗം കൊട്ടാനും എന്താ പറയാ അതുപോലെ തന്നെ ഭേരി കൊട്ടാനൊക്കെ തുടങ്ങി. തഥോ ദേവി ത്രിശൂലേന ഗദയാ ശക്തി വൃഷ്ടിഭി ഗഡ്ഗാദിഭിശ്ചദശോ നിജഗാന മഹാസുരൻ. എന്ന് വെച്ചാല് ദേവി എന്ത് ചെയ്ത് തൃശൂലം കൊണ്ടും ഗദ കൊണ്ടും വേലുകൊണ്ടും ഇഷ്ടം പോലെ വാളുകൊണ്ടൊക്കെ 100 കണക്കിന് അസുരന്മാരെ അങ്ങ് കൊന്നുകളഞ്ഞു. അവരെത്ര വന്നാലും അമ്മയ്ക്ക് വിഷയമില്ല, അമ്മ അങ്ങ് ഒന്നൊടുക്കി തീർക്കാണ്. പഥായാമസ്സ ചൈവാനാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവിപാശ്യേന ബദ്ധ്വാ ചാനാനി കാർഷയാത്. അപ്പോ ചിലരെയൊക്കെ മണിയുടെ ഗണ്ഡനാദം കൊണ്ട് ദേവി അങ്ങ് മോഹിപ്പിച്ചു. ഭൂതഗണങ്ങൾ മണി ഇങ്ങനെ അടിച്ചപ്പോ അവരുടെ ആ മണിയുടെ ആ ഒരു ഗണ്ഡനാദം ഈ അസുരന്മാർക്ക് ഒരു മോഹം ഉണ്ടാക്കി. എന്നിട്ടോ ആ മോഹത്തില് അവരെ അങ്ങ് വധിച്ചു കളയും. ഒപ്പം തന്നെ വരുണപാശം കൊണ്ട് കെട്ടി വലിച്ചിങ്ങെടുത്ത്, വരുണപാശം എടുത്തിട്ട് ഈ അസുരന്മാരിങ്ങനെ വലിച്ചെടുത്ത്, നമ്മളൊരു വണ്ടിയൊക്കെ ചീത്തയായി കഴിഞ്ഞാല് വേറെ വണ്ടീനെ വലിച്ചു കെട്ടി കൊണ്ടുപോകുന്നല്ലോ ഇവരെങ്ങനെ വലിച്ചു കൊണ്ടുവരാണ് അസുരന്മാരെ.
കേചിദ്വിധാ കൃതാസ്തിക്ഷ്ണൈ ഗൺഗപാദസ്തതൈ പരാ വിഭേദിതാ നിപാനദാ ഗതയാ ഭുവിശ്യേരഥേ. ചിലരൊക്കെ എന്ത് ചെയ്ത് നല്ല മൂർച്ചയുള്ള വാളുകൾ കൊണ്ടിട്ട് രണ്ടായിട്ട് അങ്ങോട്ട് വെട്ടി മുറിച്ചു കളഞ്ഞ് ഗത കൊണ്ട് അങ്ങ് എന്താ ചെയ്യുന്നത്, അടിച്ചങ്ങ് കൊന്നു. താഴെ ഇട്ടിട്ട് ഗത വെച്ചിട്ട് ഒരൊറ്റ അടിക്ക് ഒരു അസുരൻ അങ്ങ് തലയ്ക്ക് അങ്ങനെ പൊട്ടിത്തെറിച്ച് ചത്തുപോകും. ആ രീതിയിൽ ദേവി അങ്ങോട്ടേക്ക് കൊടുക്കാൻ തുടങ്ങി. വേമുശ്ചേതിദ്രുതിതം മുസലേന ദൃശം ഹതാ കേജിന്നാപതിതാ ഭൂമൗ ദിന്നാ ശൂലേന വക്ഷസി. ചിലരെന്ത് ചെയ്ത് ഇരുമ്പൊലക്ക ഉണ്ടല്ലോ ഈ നമ്മുടെ ഭൂതഗണങ്ങളുടെ കയ്യില്, ഇരുമ്പൊലക്ക കൊണ്ട് അടിച്ചിട്ട് രക്തം ഛർദിപ്പിച്ചു ഈ അസുരന്മാരെ. മറ്റു ചില അസുരന്മാരുടെ നെഞ്ചില് ശൂലം ഇങ്ങനെ തറച്ചിട്ട് ഭൂമിയിൽ അവിടെ ഇട്ടേച്ചു. ഇങ്ങനെ അസുരന്മാരെ തലങ്ങും വിലങ്ങും കൊന്നുകൊണ്ടിരിക്കുകയാണ്. നിരാകൃത ശരൗഘേണകൃത കേജിദ്രാണിചാരേ സേനാനുകാരിണ പ്രാണമുജുസ്ത്രിദാർശന. യുദ്ധഭൂമിയില് സേനാനായകന്മാരായിരിക്കുന്ന അസുരന്മാര് അവരുടെ ശരീരം മുഴുവൻ അമ്പ് കൊണ്ടിട്ട് പ്രാണൻ പോകുന്ന വേദനയില് അലറി കരഞ്ഞിങ്ങനെ തുടിച്ച് അസുരന്മാർ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് ചത്തൊടുങ്ങാണ്, മരിച്ചു തീരാണ്. കേശാഞ്ചിത് ബാഹന വശ്ചിനാനിശ്ചിന്ന ശ്രീവാസ്തദാപരേ ശിരാംസി പേധര നേശാനുമന്യേ മധ്യേ വിരാതിരേ. ചിലരുടെ കൈകളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോയി, അസുരന്മാരുടെ കൈയൊക്കെ മുറിഞ്ഞ്, ചിലരുടെ കഴുത്തൊക്കെ മുറിഞ്ഞു പോയി, ചിലരുടെ തല പോയി, ശരീരം വേറെയായി, ചിലരിങ്ങനെ നെടുകെ ഇങ്ങനെ കീറിപ്പോയി ചില അസുരന്മാരൊക്കെ. വിഛിന്നാംഗജാംസ്ത്വപരേ പേതുരുവ്യാ മഹാസുര ഏകബാഹുക്ഷിചരണാ കേജിദ്വിവ്യാ ദ്വിധാകൃത. എന്ന് വെച്ചാല് ചിലരുടെ കണങ്കാലുകള് നമ്മൾ പറയില്ലേ ഉപ്പൂറ്റി, ആ കാലിന്റെ ഭാഗമൊക്കെ മുറിഞ്ഞ് താഴെ വേർപെട്ടു പോയി. ചിലരുടെ ഒരു കണ്ണും ഒരു കയ്യും ഇല്ല, ഒരു കാലില്ല, അങ്ങനെ ചിലപ്പോ രണ്ട് കാലും ഉണ്ടാവില്ല, രണ്ട് കണ്ണും ഉണ്ടാവില്ല. ആ രീതിയിൽ ഈ അസുരന്മാർക്ക് വേണ്ടത് അങ്ങോട്ട് ദേവിയും ഭൂതഗണങ്ങളും കൂടി സിംഹവും കൂടി ഇറങ്ങി അങ്ങോട്ട് കൊടുക്കാണ്. പിന്നെയോ ചിന്നേപി ചാന്യേ ശിരസി പതിത പുനരുദ്ധിത കബന്ധ യുയുദ്ധുർദേവിയെ ഗൃഹീത പരമായുധ. വേറെ ചില ആൾക്കാര് തലയൊക്കെ അറ്റ് താഴെ വീണിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെയും ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് കബന്ധരൂപികളായിട്ട് ദേവിയോട് പടവെട്ടാൻ വരികയാണ്. ഒരു കയ്യും ഒരു കാലും ഒരു കണ്ണൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടുന്ന് എണീറ്റിട്ട് ഇവന്മാര് വന്നിട്ട് ദേവിയോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. നൻഋദുശ്ചാപരേ തത്ര യുദ്ധേ തൂര്യശ്ചലാശ്രിത കബന്ധാശ്ചിന്ന ശിരസ ഗഡ്ഗശക്തിപാണയ. ആ യുദ്ധത്തില് ചില അസുരന്മാരെന്തത് വാദ്യങ്ങളുടെ താളക്രമം കേട്ട് ഇങ്ങനെ നൃത്തം ചെയ്യാണ് ചില അസുരന്മാര്. ദേവിയുടെ ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഭൂതഗണങ്ങൾ ഇങ്ങനെ മൃദംഗം കൊട്ടി അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, ആ താളത്തിനനുസരിച്ച് ഇങ്ങനെ ഇവര് നൃത്തം ചെയ്യാണ്. തലയറ്റുപോയ കബന്ധങ്ങൾ, വാള്, വേല്, ഇരുതല വാള്, ഇതൊക്കെ പിടിച്ചിട്ട് ഇവര് യുദ്ധവും ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ എല്ലാം മറന്ന് നൃത്തവും ചെയ്യുന്നുണ്ട് ഈ യുദ്ധഭൂമിയില്. തിഷ്ട തിഷ്ടേതി ഭാഷന്തോ ദേവി മന്യേ മഹാസുര. ചില അസുരന്മാര് ദേവിയോട് നില്ല് നില്ല് എന്ന് പറയാണ്. ദേവിയോട് പറഞ്ഞു നിക്കവിടെ എന്ന് പറഞ്ഞിട്ട് ദേവിയോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പതിതേ രഥാനാഗശ്വര സുരേശ്ച വസുന്ധര അഗാമ്യസാഭവത്ര യത്രാഭൂത്സമഹാരണ. വീണ് കിടക്കുന്ന രഥം, ആന, കുതിരകള്, അസുരന്മാര്, ഇതുകൊണ്ട് നിറഞ്ഞിട്ട് ആ യുദ്ധഭൂമി ഇങ്ങനെ വല്ലാതെ കോലാഹലപ്പെട്ട് കിടക്കാണ്. ശോണിത്തൗമഹാനദ്യ സദ്യസ്ത്ര വിശ്രുസു മധ്യേ ചാസുര സൈന്യസ്യ വാരണാം സുരവാജിനാം. ആ അസുര സൈന്യങ്ങളുടെ നടുക്ക് അസുരന്മാരുടെ ആനകളും കുതിരകളുടെ ഒക്കെ രക്തം ഇങ്ങനെ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസുരന്മാരുടെ നടുക്ക് തന്നെ ഇങ്ങനെ ഒരു പ്രദേശം മുഴുവൻ അസുരന്മാര്, അവരുടെ നടുക്ക് നദി പോലെ ഒഴുകാണ് രക്തം. കുറെ പേരിങ്ങനെ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ നീട്ടി വലിച്ച്, ദേവിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഭംഗിയോട് കൂടി നിൽക്കുന്ന, ദേവിയുടെ ഭൂതഗണങ്ങളുടെ മുമ്പിലുണ്ട് സിംഹം ഇങ്ങനെ തലയിട്ട് സടകുടഞ്ഞ് നിൽക്കുന്ന ഈ അസുരന്മാരോട് ഇവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷണേന തംഹാസ സൈന്യം അസുരണാം തഥാംബിക നിന്നേക്ഷയം യഥാ വഹിനിസ്തൃണാധാതുരാ മഹാശയം. ദേവി അസുരന്മാരുടെ മഹാസൈന്യത്തെ അഗ്നി പുൽമേടിനെ, അതായത് തീ വെച്ചിട്ട് പുല്ലിന്റെ മേട് കത്തിച്ചാമ്പലാക്കുന്നത് എങ്ങനെയാണ്, അതേപോലെ ദേവി എന്താ ചെയ്യുന്നത്, അസുരന്മാരെ അങ്ങ് കൊന്നൊടുക്കാണ് ദേവി. സജ സിംഹോ മഹാനാദ മുജിസ്സൻ കേതു കേസര ശരീരോഭ്യോ മഹാരീണ മനൂസിന വിജിന്ത്വനി.
ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹം എന്താ ചെയ്യുന്നത്? ഗർജിച്ചുകൊണ്ട്, സടകള് കുടഞ്ഞുകൊണ്ട് അസുരന്മാരുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ജീവൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് സിംഹം. എവിടെ ഉണ്ട് ഓർത്തിട്ട് സിംഹം അവരെ പിന്നാലെ ഇങ്ങനെ ഓടാണ്. ദേവ്യാ ഗണൈശ്ചൈസ്ത്ര കൃതം യുദ്ധം തഥാസുരേ യദശ്യാം തുഷ്ടുവുർദേവോ പുഷ്ടവൃഷ്ടി മുജോ ദേവി. ദേവന്മാരെന്ത് പുഷ്പം ഇങ്ങനെ ഇടാണ് ദേവിയുടെ മേലേക്ക്. ഇഷ്ടം പോലെ പുഷ്പം ഇടാണ് ദേവന്മാര്. കാരണം ദേവന്മാർ അത്രയും സഹിച്ചു. ഇവരുടെ ഈ ഒരു ദുരിതം കാരണം ഒത്തിരി ദേവന്മാര് സഹിച്ചു. അങ്ങനെ സഹിച്ച ദേവന്മാരുടെ ആ ഒരു അവസ്ഥ ഇപ്പോ സന്തോഷത്തിന്റെ അവസ്ഥയിലോട്ട് മാറാണ്. ദേവി ഇങ്ങനെ എന്താ പറയാ, വിളിക്കാണ്, നീ വാടാ നീ വാ, എനിക്കൊരു വിഷയമേ അല്ല എന്നുള്ള ഭാവത്തിൽ ദേവി ചിരിച്ചുകൊണ്ടാണ് ദേവി എന്ത് ചെയ്യുന്നത്? ഇവരെ ഇങ്ങനെ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വിളിച്ചിട്ട് ദേവി ശരിക്കും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. വിടില്ല എന്നുള്ള ഭാവത്തിലാണ് ദേവി യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കേ പിന്നെന്താ പറയുന്നത്? ദേവന്മാര് ദേവ്യാ ഗണേശസ്ത്രൈത്ര കൃതം യുദ്ധം തഥാ തസുരാ യഥൈദം തൃഷ്ടുവൃദ്ധോ പുഷ്പവൃഷ്ടിചു ദിവി. ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ദേവിയെ സ്തുതിക്കുന്ന രീതിയിൽ ദേവിയുടെ ഗണങ്ങളും അസുരന്മാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കുകയാണ് ദേവിയെ. മനസ്സിലായില്ല? അങ്ങനെ സ്തുതിച്ചുകൊണ്ട് ദേവിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? ദേവന്മാര് യുദ്ധം ചെയ്യുന്നു. പക്ഷേ ദേവി തിരിച്ച് അവർക്ക് അങ്ങോട്ട് വേണ്ടത് കൊടുക്കണം. ഇനി ഒരിക്കലും അല്ല. ദേവി ശ്രീഭദ്രയെ മനോദരി എന്താ ചെയ്തത്? ദാരികനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവി യുദ്ധം ചെയ്തു തുടങ്ങിയപ്പം മനോദരി, അതിലെ പാട്ടിന്റെ ലാസ്റ്റ് അവർ എൻഡ് ചെയ്തിട്ടില്ല. മനോദരി എന്ത് ചെയ്തു? നേരെ ഗൗരീവ്രതം നോറ്റു. പാർവതി ദേവിയുടെ വലിയ ഭക്തിയായിരുന്നു ദാരികന്റെ ഭാര്യയായിരിക്കുന്ന മനോദരി. മനോദരി പാർവതി ദേവിയിൽ നിന്ന് കുറച്ച് വസൂരി മണികൾ വാങ്ങിയിട്ട് നേരെ ദേവിയുടെ മേലെ കൊണ്ട് എറിഞ്ഞപ്പം ശ്രീഭദ്ര ഭൂമിയിൽ മാഴുകി കിടന്നുപോയി എന്നാ പറയണത്. ദേവി തളർന്ന് ഭൂമിയിൽ കിടന്നുപോയി. ഇത് കണ്ട നമ്മുടെ മഹാദേവൻ എന്ത് ചെയ്തു? പാർവതിയോട് പറഞ്ഞു, പാർവതി, നിന്നിൽ പിറന്ന മകളല്ലായിരിക്കാം, പക്ഷേ അവൾ എന്റെ മകള് തന്നെയാണ്. ഇനിയുള്ള കളി നീ നേരിൽ കണ്ടോളാൻ പറയാണ്. അങ്ങനെ മഹാദേവന്റെ കണ്ടത്തിൽ നിന്ന് ഘണ്ഠകർണ സ്വാമി പുറത്തു വരികയാണ്. ഘണ്ഠകർണ സ്വാമി പുറത്തു വന്നപ്പോ മഹാദേവനോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത് അച്ഛാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നിന്റെ സഹോദരി ഭദ്ര, അവൾ അവിടെ തളർന്നു കിടപ്പുണ്ട്, നീ വേണ്ടത് പോയി ചെയ്യാൻ പറഞ്ഞു. ഘണ്ഠകർണൻ എന്ന ഭൂതം എന്താ ചെയ്തത്? നേരെ ഭദ്രയുടെ അടുത്തെത്തിയിട്ട് കഴുത്തിന്റെ ഇവിടം വരെയുള്ള എല്ലാ വസൂരി കുരുക്കളും നക്കി തുടച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരിയായിരിക്കുന്ന നിന്റെ മുഖത്തോട് എന്റെ മുഖം ചേർക്കേണ്ട സഹോദരി, നിന്റെ മുഖത്ത് വന്നിരിക്കുന്ന ഈ പാടുകൾ നിനക്കൊരു അലങ്കാരമായി തീരുമെന്ന് പറഞ്ഞു. അത്രയും ഭംഗിയുള്ള ഒരു കുരുക്കളായിട്ടാണ് ദേവിയുടെ മുഖത്ത്, ആ അലങ്കാരത്തോടു കൂടിയാണ് അത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ദേവി എന്ത് ചെയ്തു? നേരെ എഴുന്നേറ്റു. അപ്പൊ അശ്വിനി ദേവകൾ വന്നിട്ട് ദേവിയുടെ ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക മരുന്ന് കൂട്ടുണ്ടാക്കി. ഇതാണ് ചാന്താട്ടം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പല ക്ഷേത്രങ്ങളിലും, ദേവീ ക്ഷേത്രങ്ങളിൽ ചാന്താട്ടം ഉണ്ടല്ലോ. നമ്മുടെ കൊടുങ്ങല്ലൂരാണ് ചാന്താട്ടം ഏറ്റവും ഫേമസ് ആയിരിക്കുന്നത്. അങ്ങനെ അത് ദേവിയുടെ ഒരു രഹസ്യ മരുന്നിന്റെ കൂട്ടാണ്. അങ്ങനെ അതൊക്കെ തേച്ച് ദേവി അങ്ങ് എഴുന്നേറ്റു. ഇത് കണ്ട മനോദരി എന്ത് ചെയ്തു? പേടിച്ച് പാതാളത്തിൽ പോയി ഒളിച്ചു നിന്നു. വേതാളവും ഭൂതഗണങ്ങളും കൂടി പോയിട്ട് അവളെ ഇങ്ങ് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ദേവി. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ദേവി കണ്ണും കാതും മൂക്കും ബ്രസ്റ്റും എല്ലാം മുറിച്ചു കളഞ്ഞു. സ്ഥലങ്ങളും എല്ലാം മുറിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിനക്ക് എന്റെ സ്ഥാനത്തിന്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവും, നിനക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടും എന്ന് പറഞ്ഞു. നിനക്ക് എന്താണോ ഭക്ഷണം കാര്യങ്ങൾ എന്താ വേണ്ടത് അത് അവിടെ കിട്ടും, നീ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അതാണ് വസൂരിമാല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയാൽ കാണാൻ പറ്റും. അവിടെ അങ്ങ് ഇരുത്തി. അങ്ങനെ ദേവി വേണ്ടതെല്ലാം ആർക്ക് കൊടുത്തു? വസൂരിമാലയ്ക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ദേവി കാവിലമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ ദേവി മഹാത്മ്യം? 2-ാം അധ്യായം കഴിഞ്ഞു. 13 അധ്യായങ്ങളേ ഉള്ളൂ. ഇനി 11 എണ്ണം 11 ദിവസം കൊണ്ട് തീരും. ഇഷ്ടപ്പെട്ടോ? ഏകാദശി പുസ്തകം ആർക്കും അയച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടോ? നാളെ ഏകാദശിയാണ്, അന്നദാനം ഉണ്ട്. എല്ലാവരും ലൈവ് കാണണം. ഇഷ്ടപ്പെട്ടില്ലേ? നാളത്തെ ക്ലാസ് കുറച്ച് ലേറ്റ് ആവും. അന്നദാനം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ നാളത്തെ കുറച്ച് ലേറ്റ് ആവും ക്ലാസ് കേട്ടോ. എല്ലാ ദേവീ ക്ഷേത്രങ്ങളിലും ഉണ്ട് ചാന്താട്ടം. ദേവി മഹാത്മ്യം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത്രയും രസകരമായൊരു സംഭവമാണ് ദേവി മഹാത്മ്യം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ദേവി മഹാത്മ്യം ശ്ലോകമുണ്ട്, അതെല്ലാവരും മോസ്റ്റ്ലി ആൾക്കാരൊക്കെ വായിക്കാറുണ്ട്, അതൊക്കെ നല്ലത്. പക്ഷെ ഇങ്ങനെ ദേവി മഹാത്മ്യത്തിന് ഒരു അന്തരാർത്ഥമുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടോ? ക്ലാസ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ?
യെസ്, ഇഷ്ടമായി. അമ്മയുടെ കാരുണ്യം, അത്രേ പറയാൻ പറ്റും. തീർച്ചയായും നമുക്കെല്ലാവർക്കും അമ്മയെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു അവസരം ദേവി തന്നിരിക്കുകയാണ്, ഭഗവാനും തന്നിരിക്കുകയാണ്. ത്രിമൂർത്തികളിൽ നിന്ന് വന്ന ആ ഒരു പരമാംബികയെ, ചണ്ഡികാദേവിയെ അറിയാനുള്ള ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. അമ്മയെക്കുറിച്ച് ലോകം മുഴുവൻ അറിയട്ടെ, അല്ലേ? ആ അതന്നെ, ഇപ്പൊ മഞ്ഞപ്പൊടി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് ഞാനും കണ്ടു അത്. സത്യത്തിൽ ഞാനൊന്ന് ചെയ്തു നോക്കിയാലോ എന്ന് ആലോചിച്ചു, പിന്നെ വേണ്ട, എന്തിനാ വെറുതെ, മഞ്ഞപ്പൊടി കിട്ടാനില്ല, മഞ്ഞപ്പൊടി എന്തിനാ വെറുതെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കൊന്നും പോണ്ടെന്ന് വിചാരിച്ച് വിട്ടു. എന്തോ കാണിക്കട്ടെ, ആ നേരം കൊണ്ട് ഒരു 2 ക്ലാസ് എടുത്ത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ എത്ര നല്ലതല്ലേ. എനിവേ, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ശുഭരാത്രി. നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ക്ലാസ്സിൻ്റെ തുടക്കം പറഞ്ഞതെല്ലാം എന്താ പറയുക, ഓർത്തിരിക്കുക. സത്യം, ഇതെല്ലാം കേൾക്കാനും പറയാനും അനുഗ്രഹം അമ്മയുടെ കാരുണ്യമാണ് നമുക്കിതെല്ലാം പറയാനും കേൾക്കാനൊക്കെ സാധിച്ചത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുധി. ഏകാദശി വ്രതാശംസകൾ. ഒത്തിരി സന്തോഷം. നാളെ കാണാം. നാളെ അന്നദാനം കൊടുത്തു വന്നിട്ടേ ക്ലാസ് എടുക്കും. അപ്പോൾ കുറച്ച് ലേറ്റ് ആവും, പറ്റുന്നവർ കയറിയാൽ മതി, അല്ലാത്തവർ കയറണ്ട, പിന്നീട് കണ്ടാൽ മതി കേട്ടോ. വേതാളമാണ് അമ്മയുടെ മന്ദാകം വാളിങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ.